ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആൾ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക നില എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ തംബ്നെയിലത്തെ 3 ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ റീഡിംഗ് ഏതാണെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻഡ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതവുമായിട്ട് കറണ്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സന്ദേശങ്ങൾ മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ തംബ്നെയിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സാമ്പത്തിക നില, ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക നില എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ സാധിക്കുക, അതിനുള്ള യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്തൊക്കെയാണ്. ഗ്രൂപ്പ് ഉള്ള ഒരു പർട്ടിക്കുലർ കളക്റ്റീവിന്റെ അവരിപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ നിന്ന് മെച്ചപ്പെടുന്നതിന് അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്കുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ്. ഓക്കെ, നിങ്ങളോട് ആദ്യമേ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഒരു ആത്മവിശ്വാസം വേണം. അതായത് നിങ്ങൾക്ക് ഈ സ്ഥിതിയിൽ നിന്ന് മാറാൻ സാധിക്കും. നിങ്ങൾക്ക് അതിനായിട്ട് വേറെ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരില്ല. നിങ്ങൾക്ക് സ്വയം ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം, നിങ്ങളുടെ കഴിവിലൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ സാമ്പത്തിക സ്ഥിതി, ആ ഒരു സാമ്പത്തിക സ്ഥിതി നേടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ജീവിതം ദിനചര്യകൾ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഒരു ഐഡിയ വേണം. അപ്പൊ നിങ്ങളതൊരു ബുക്കിൽ എഴുതി വെക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ദിനചര്യകളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കും എന്നുള്ളത് നോക്കുക. ആ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ തുടരാൻ ആഗ്രഹിക്കാത്ത ചില ദിനചര്യകളുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴേ ഉപേക്ഷിക്കുക. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഉപേക്ഷിക്കുക. പിന്നെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും. ഓക്കെ, സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പൈസ ചെലവാക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമാണോ ഉണ്ടാവുക, അതോ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. എന്ത് പൈസ കൊടുത്ത് എന്താണോ വാങ്ങുന്നത് ആ ഒരു വസ്തു വാങ്ങാൻ സാധിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, എക്സൈറ്റ്മെന്റ് ഉണ്ടാകും. അങ്ങനെയാണോ, അതോ നിങ്ങൾക്ക് എന്താ പറയാ പ്രത്യേകിച്ച് ഒരു വികാരമില്ല, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് പണം ചെലവഴിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണോ ആയിരിക്കുക, എങ്ങനെയായിരിക്കും നിങ്ങളുടെ മനസ്സിന്റെ ഒരു രീതികൾ, അതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതേ രീതികൾ ഇപ്പോഴേ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ ചില മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ചില ദിനചര്യകൾ, ഓക്കെ, അതൊക്കെ തന്നെയാണ് എനർജറ്റിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഉയരാൻ നിങ്ങൾ അനുവദിക്കാത്തത്. അത് നിങ്ങൾ ആദ്യം മാറ്റണം. അതിൽ നിന്ന് നിങ്ങൾ ആദ്യം വിടുതൽ നേടണം. കഴിയുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ ഒരു ആഗ്രഹിച്ച സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിയതായിട്ട് നിങ്ങൾക്ക് ഭാവന ചെയ്യാൻ സാധിക്കണം. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾ മാക്സിമം ഫീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്താനായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ, അത് നിങ്ങൾ സ്വീകരിക്കാത്തടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരില്ല. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അധ്വാനിക്കാനും തയ്യാറാകണം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാകണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരുന്നതിന് ഇപ്പൊ നിങ്ങൾ ഒരു ജോലിയിൽ മാറണം, ഒരു എന്താ പറയുക ഹയർ പൊസിഷനിലേക്ക് പോകണം. ആ ഹയർ പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കുക. ഓക്കെ, അതിനായിട്ട് എക്സ്ട്രാ സമയം കണ്ടെത്തുക. ജോലിക്കൊപ്പം തന്നെ പഠിക്കാനായിട്ടൊരു സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾ അങ്ങനെ എഫേർട്ട് എടുത്ത് ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കാണില്ല എന്ന് വെച്ചിട്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ലോ, ഒരാഴ്ചയായാലോ ഞാൻ പണിയെടുക്കണോ, അല്ലെങ്കിൽ ഒരു മാസമായാലോ ഞാൻ ശ്രമിക്കുന്നു, ഇതുവരെയായിട്ടൊരു മാറ്റം വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. നല്ല ക്ഷമ വേണം. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ നിങ്ങളൊരു സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറന്റ് റിയാലിറ്റിയിൽ നിങ്ങളെ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കണം. അതായത് ശരിയാണ്, ഇതല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതി, പക്ഷെ ഇതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റി എന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഓക്കെ, അംഗീകരിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എന്ത് പറയാം, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, പക്ഷെ അതിനർത്ഥം എപ്പോഴും ഇങ്ങനെ ആകണം എന്നില്ല. ഞാൻ ഇതിൽ നിന്ന് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവന്നിരിക്കും, ആ ഉയർച്ച സംഭവിച്ചിരിക്കും എന്ന് നിങ്ങൾ സ്വയം പറയാം.
എന്നിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് എന്താ പറയുക ചെലവഴിക്കുന്ന സന്തോഷ നിമിഷങ്ങൾ, ഓക്കെ, നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടാകുമല്ലോ. ആ നല്ല നല്ല നിമിഷങ്ങളിൽ നിങ്ങൾ മാക്സിമം അതിൽ തന്നെ ആയിരിക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ആനന്ദവും ആ ഒരു സന്തോഷവും സമാധാനവും അത് അങ്ങനെ തന്നെ അനുഭവിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നില്ലല്ലോ, ഞാനിപ്പോഴും സ്ട്രഗിൾ ചെയ്യാണല്ലോ, അങ്ങനത്തെ നിരാശ കൊണ്ടുവരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ആ സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അങ്ങനത്തെ ചിന്തകൾ വന്നാൽ അതിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം നിറഞ്ഞ സമയം, ഒരു ആനന്ദം നിറഞ്ഞ സമയം, അതിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് യൂണിവേഴ്സ് എടുത്ത് കളയുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനത്തെ പല അനുഭവങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും, നിരാശ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണത് ഈ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾ ഉയർത്തി കൊണ്ടുവരാനാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഗൈഡൻസ് ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ, ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു തുടങ്ങും. ഓക്കെ. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില മേഖലകളിൽ ചില അവസാനങ്ങൾ ഉണ്ടാകും, പുതിയ തുടക്കങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല, പക്ഷേ ആ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. ആ ഒരു ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ടൊരു അകൽച്ച വരുമ്പോൾ വേദന ഉണ്ടാകുമെങ്കിലും അത് ആ ഒരു മാറ്റത്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. ഓക്കെ. അത് നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരാനാണെന്ന് മനസ്സിലാക്കുക. പിന്നെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച വരുന്നത് പടിപടിയായിട്ടായിരിക്കും, ഒറ്റയടിക്ക് ആയിരിക്കില്ല. അപ്പൊ ആ പടിപടിയായിട്ടുണ്ടാകുന്ന ഉയർച്ച, ആ പടിപടിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ലാഭം, അതിലൊക്കെ നിങ്ങൾ സംതൃപ്തി കണ്ടെത്തണം. ഇതല്ല ഞാൻ ചോദിച്ചത്, ഇതിനേക്കാൾ കൂടുതലാണ് വേണ്ടത്. എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പൊ ഒരു ലാക്ക് മൈൻഡ് സെറ്റ്, പോരാ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലായ്മയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കിട്ടുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സാലറി ഇൻക്രീസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കൂ. പക്ഷെ ഒട്ടും ഇൻക്രീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച അത്ര എത്തിയില്ലെങ്കിലും ഒരു കുറച്ച് നേരിയ തോതിൽ നിങ്ങളുടെ സാലറി കൂടി എന്ന് വിചാരിക്കുക. നിങ്ങൾ അതിൽ ഹാപ്പി ആയിരിക്കണം. കാരണം ഒട്ടും ഇൻക്രീസ് ഇല്ലാത്തതിനേക്കാളും നല്ലതാണ് ഈ ഉണ്ടായ ചെറിയ ഇൻക്രിമെന്റ്, അല്ലെ? അതിൽ നിങ്ങൾ ഹാപ്പി ആവണം. അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം. അങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതും അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടുന്ന സാമ്പത്തിക ലാഭങ്ങള്, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, അതിൽ നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ അതിൽ സംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കണം. ഓക്കെ. അത് നിങ്ങൾക്ക് കിട്ടുന്ന സൂചനയാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇതുപോലെ ഉയർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എത്തും എന്നുള്ളതിന്റെ സൂചനയാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ചില ലാഭങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ചില അനുഗ്രഹങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടുതൽ പൈസ നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള അവസരം, കൂടുതൽ പൈസ സമ്പാദിക്കാനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് നിങ്ങൾ ആ ഒരു കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും, ഇല്ലേ? അതായത് നിങ്ങൾ ഉയരണം, നിങ്ങൾ ജീവിതത്തിൽ ഉയരണം, അതിലൊരു അസൂയയില്ലാത്ത, അതിൽ സന്തോഷിക്കുന്ന, അതിനെ നിങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കുമോ അങ്ങനെ സഹായിക്കാൻ ശ്രമിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ ആയിരിക്കാം. അങ്ങനത്തെ ആളുകളെ നിങ്ങളോട് ചേർത്ത് നിർത്തുക. അവർ നിങ്ങൾക്ക് നൽകുന്ന ചില ഉപദേശങ്ങൾ ഉണ്ടാവും, ചില സജഷൻസ് ഉണ്ടാവും, അവർ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ചില അവസരങ്ങൾ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം. ഓക്കെ. കാരണം അവർക്ക് നിങ്ങളോടുള്ള ഇന്റൻഷൻ പ്യുവറാണ്. നിങ്ങൾ നന്നാവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് അവിടെ അസൂയ ഇല്ല. ഓക്കെ. നിങ്ങളെ ഒരു കോമ്പറ്റീഷൻ നിങ്ങളായിട്ട് അവർ കീപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾ നന്നാവുക, നിങ്ങൾ ഉയരങ്ങളിലെത്തുക, അത് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര കഠിനമായ ദിവസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ നിന്ന ആൾക്കാരാണ്. ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ കേട്ടോ, ചിലപ്പോൾ 1-2 പേരെ ഉണ്ടാവുള്ളൂ. അവരെയാണ് നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടത്. ഓക്കെ. ബാക്കിയുള്ളവരെയല്ല, അവരെയാണ് നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടത്. അവർ നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ, അവർ തരുന്ന നിർദ്ദേശങ്ങൾ, അവർ നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ചില സജഷൻസ്, ഓക്കെ, അതുപോലെ ചില അവസരങ്ങൾ, അതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള പാതകളാണെന്ന് മനസ്സിലാക്കുക, വഴികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക്
ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 2 നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന്, ഇപ്പോഴുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് ഉയർന്നു വരുന്നതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് ആദ്യമേ പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച കൊണ്ടുവരുന്നതിനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലുണ്ട്. ഓക്കെ, ആ അവസരങ്ങളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ അവസരങ്ങളെ നിങ്ങളൊന്ന് നോക്കുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നോക്കൂ. അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, കണ്ടോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ചുറ്റും ഇപ്പോഴേ ഉണ്ട്. നിങ്ങൾ അതിന്മേൽ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രതീക്ഷയോടെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നതിനർത്ഥം എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവണം എന്നല്ല. അപ്പോൾ അങ്ങനത്തെ ചിന്തകൾ അധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഭാവിയിൽ ഇതുപോലെ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് പോകാനോ യോഗം, ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും ഒരിക്കലും പറയാതിരിക്കുക. കാരണം നമ്മുടെ വാക്കുകൾക്ക് വളരെ പവർ ഉണ്ട്. നമ്മളൊരു കാര്യം ഒരു 10 പ്രാവശ്യം അടുപ്പിച്ച് പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ എന്നൊന്ന് പറഞ്ഞു നോക്കുക, ആ കാര്യം നടന്നിരിക്കും. അത് നടക്കും. അതങ്ങനെയാണ്. കാരണം നമ്മുടെ വാക്കുകൾക്ക് അത്രയും പ്രത്യേകതയുണ്ട്, നമ്മുടെ ചിന്തകൾക്ക് അത്രയും ശക്തിയുണ്ട് നമ്മുടെ യാഥാർത്ഥ്യത്തിനെ മാറ്റിമറിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് പറയുക. ഓക്കെ, കാരണം ആ ഒരു എന്താ പറയണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്ന സയൻസ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരുന്നുണ്ട്. ഓക്കെ, ഓരോ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ അവസരത്തിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ അവസരങ്ങൾ പക്ഷേ നിങ്ങൾ അത് ജസ്റ്റ് ആ സമയത്ത് ശ്രദ്ധിക്കുന്നു എന്നല്ലാതെ അതിലൊരു ആക്ഷൻ എടുക്കുന്നില്ല. അതാണ് നിങ്ങൾ മാറ്റേണ്ടത്. അപ്പൊ ഇനി അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ചില അവസരത്തിനെ കുറിച്ച് ചിലപ്പോൾ ഒരു ഓർമ്മ വന്നിട്ടുണ്ടോ, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിരിക്കാം. അപ്പൊ അതാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ്, മനസ്സിലായല്ലോ. ആ അവസരം ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കൂ. അതാണ് വേണ്ടത്. പിന്നെ നിങ്ങളോട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഓക്കെ, നല്ല കാലം വരും എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരുന്നാൽ മാത്രം പോരാ, അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും വേണം. ഓക്കെ, മാജിക് സംഭവിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ എടുക്കേണ്ട എഫേർട്സ് എടുക്കുമ്പോഴാണ് ആ മാജിക് സംഭവിക്കുന്നത്. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇരുന്ന് നമ്മളിൽ യാതൊരു വരുത്തേണ്ട മാറ്റങ്ങളൊന്നും വരുത്താതിരുന്നാൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്താൻ നിങ്ങളായിട്ട് അവസരങ്ങൾ തേടി പിടിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള അവസരങ്ങളെ കണ്ടെത്തേണ്ട സമയമാണ്. അതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. ഓക്കെ, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട സമയമാണെന്ന് പറയുന്നു. പിന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വരുത്തണം. അപ്പം നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിങ്ങൾ അത്ര തൃപ്തരല്ല എന്ന് കരുതി നിങ്ങൾ ആ ഒരു ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരിലേക്ക് അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ചുറ്റുള്ളവരോട് ദേഷ്യത്തിൽ പെരുമാറുക, എപ്പോഴും കർക്കശമായിട്ട് സംസാരിക്കുക, വെറുതെ വഴക്കിടുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള നന്മ അത് നിങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടു നടക്കുക. ചുറ്റുള്ളവര് നിങ്ങളുടെ എന്താ പറയുക, ചുറ്റുള്ളവരിലെ നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്താ പറയണ്ടേ, എക്സ്പ്രസ് ചെയ്യേണ്ട ആളുകളില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളത് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ സ്ഥിതി അങ്ങനെയാണ്, ശരി. അത് വെച്ചിട്ട് ചുറ്റുമുള്ളവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങളോട് പെരുമാറണം എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പക്ഷെ ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുന്ന രീതി വളരെ വ്യത്യസ്തമായിരിക്കും. അത് വെച്ചിട്ട് ചിലപ്പോൾ ചിലർ ചിരിച്ചും കളിച്ച് നടക്കണതായിട്ട് അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ വലിയ പ്രശ്നങ്ങളാണ് അവർ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിയാണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നുണ്ട്, ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പക്ഷെ അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അത് മറ്റുള്ളവരിലേക്ക് അതിങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, മറ്റുള്ളവരുടെ ആ സ്ട്രെസ് കാണിക്കുക, ഫ്രസ്ട്രേഷൻ കാണിക്കുക, ആ ഒരു ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ അത് ദയവ് ചെയ്ത് ആ ഒരു രീതി മാറ്റുക. ഓക്കെ, പിന്നെ ഞാൻ കാണുന്നൊരു കാര്യം, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി കുറച്ച് പ്രായമുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഓൾറെഡി ജോലിയൊക്കെ ഉള്ള ഒരാളായിരിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിട്ട് കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം, ഈ അടുത്ത് നിങ്ങളോട് ഒരു അവസരത്തെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ റീഡിംഗ് കേട്ടതിന് ശേഷം ഒരു 1-2 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ നിങ്ങൾക്കൊരു അവസരത്തെ കുറിച്ച് പറയുകയോ നിങ്ങളോട് ഈ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിന് എന്തെങ്കിലും സജഷൻസ് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അത് ഫോളോ ചെയ്യുക. അവരെന്തെങ്കിലും അവസരം കൊണ്ടുതരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെഫിനറ്റ്ലി അത് സ്വീകരിക്കുക. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയണ്ടേ അവസരത്തിന്, ഈ ഒരു വ്യക്തി, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി കൊണ്ടുവരുന്ന അവസരത്തിന് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ പുരോഗതി കൊണ്ടുവരാനായിട്ട് സാധിക്കും.
നിങ്ങൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സഹായങ്ങൾ, നിങ്ങൾക്ക് വരുന്ന അഡ്വൈസ്, സജഷൻസ് അതെല്ലാം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രത്യേകിച്ച് ഈ ഒരു വ്യക്തി കൊണ്ടുവരുന്ന ഒരു അവസരം അല്ലെങ്കിൽ അവർ തരുന്ന സജഷൻ, അത് നിങ്ങൾ വളരെ ധൈര്യസമേതം ആത്മവിശ്വാസത്തോടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിനസ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയില്ല, നിങ്ങൾ നന്നായി ചെയ്യുമോ എന്നൊരു സംശയം. പക്ഷെ നിങ്ങൾ ആ ഒരു അവസരം, അത് ആ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കൂ, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഓക്കെ, ആ ബിസിനസ് വേണ്ടിയിട്ട് അത് ലോഞ്ച് ചെയ്യുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കൂടെയുള്ളവര് നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ടാവും, അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. നല്ല ഐഡിയ ആണല്ലോ, നിനക്ക് അത് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ഓക്കെ, അവിടെ നിങ്ങളുടെ ധൈര്യം കൈവിടേണ്ട സമയമല്ല. നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ആ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സഹായം കൊണ്ട് നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി, ഒരു പർട്ടിക്കുലർ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സജഷൻ അല്ലെങ്കിൽ അവർ തന്നിട്ടുള്ള അവസരവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി പകരം എന്താ പറയണ്ടേ, സാമ്പത്തിക ഭദ്രതയും സാമ്പത്തികമായിട്ടുള്ള സുരക്ഷിതത്വവും നിങ്ങൾക്കും വരുന്ന തലമുറകൾക്കും ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത്ര ഉയർച്ചയിലേക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ അവസരത്തിനെ നിങ്ങളിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ ഈ റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ഒരു നല്ല സ്നേഹമുള്ള ഒരു വ്യക്തി, ഒരു കൈൻഡ് ആയിട്ടുള്ള വളരെ ക്ഷമയുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്, അവർക്ക് ജോലിയുടെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും നിങ്ങളെക്കാളും. അവർ നിങ്ങൾക്കൊരു അവസരം കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവരെന്തെങ്കിലും ഒരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനായിട്ട്. അല്ലെങ്കിൽ ഇത് റീഡിങ് കേട്ട് 1-2 മാസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തന്നിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആത്മവിശ്വാസത്തോടെ അവർ തരുന്ന സഹായമായിക്കോട്ടെ, അവർ തരുന്ന അഡ്വൈസ് ആയിക്കോട്ടെ, അതുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് എന്തായാലും വേണ്ടുന്ന സഹായങ്ങൾ അതാത് സമയത്ത് ശരിയായ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികം നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന് യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നൽകാനുള്ളത് നോക്കാം. ഗ്രൂപ്പ് 3യുടെ ഇപ്പോഴത്തെ സാമ്പത്തിക നിലയിൽ നിന്നും അവരാഗ്രഹിക്കുന്ന ഒരു ഉയർച്ച അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ കൊണ്ടുവരുന്നതിന് അവരെന്താണ് ചെയ്യേണ്ടത്. അതുപോലെ ആദ്യമേ നിങ്ങളോട് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അത് വളരെ ലോ വൈബ്രേഷണൽ എനർജിയാണ്. നിങ്ങൾ കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുക, ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അനാവശ്യമായ ഒരു ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു ടെൻഷനിൽ നിന്നുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താമെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ടെൻഷനാണ്, നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു അവസരം വന്ന് നിന്നാൽ പോലും നിങ്ങൾ ആ അവസരത്തിനെ കാണില്ല, തിരിച്ചറിയില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന അവസരങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സ് സ്വസ്ഥമാക്കി വെക്കുക. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരില്ല. മകരം നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുള്ളൂ. അപ്പം അത് വേണ്ട. അതൊരു പ്രവണതയാണ്. അത് മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതിനെ നിങ്ങൾ അങ്ങോട്ട് അംഗീകരിക്കുക. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്നുള്ള നിങ്ങൾ അംഗീകരിക്കണം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് വന്നതായിരിക്കില്ല, വേറെ ആരെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവർ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന്റെ ഫലമായിട്ടായിരിക്കാം നിങ്ങൾ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പം അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു ചിന്തയാണ്. എന്നാലും അങ്ങനെ വന്നല്ലോ, ശരിക്കും ഇതിനേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു, അങ്ങനത്തെ ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അതങ്ങോട്ട് അംഗീകരിക്കും. ഓക്കെ, അത് അംഗീകരിക്കുന്നതിൻ്റെ അർത്ഥം കാലാകാലങ്ങളിലേക്ക് ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്നല്ല. അത് അംഗീകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വൈകാതെ മുന്നോട്ട് പോവുകയാണ്. വൈകാതെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഒരു സാമ്പത്തിക ഉയർച്ച അനുഭവിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് അതിനർത്ഥം.
ഓക്കെ, അതാണ് യൂണിവേഴ്സും പറയുന്നത്. വളരെ വൈകാതെ തന്നെ നിങ്ങൾക്ക് വളരെ സമൃദ്ധി നിറഞ്ഞ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് സമൃദ്ധി നിറഞ്ഞ, കാരണം എംപ്രസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സമൃദ്ധിയെ ഏറ്റവും എന്താ പറയണ്ടേ, വലിയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന കാർഡാണ് എംപ്രസ് കാർഡ്. അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അംഗീകരിച്ച് നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. വളരെ വൈകാതെ തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു വളരെ സാമ്പത്തികമായിട്ട് സമൃദ്ധി നിറഞ്ഞൊരു സമയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കടക്കും. അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ സമയത്ത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ച സമയത്ത് തന്നെ ഒരു കാലതാമസം കൂടാതെ സംഭവിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഓക്കെ, കാര്യങ്ങൾ മാറും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ മാനിഫെസ്റ്റേഷനൊക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്ക് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാഗ്രഹമാണോ, ഞാൻ ഈ ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണോ, അതോ എനിക്ക് അർഹതയുള്ളത് തന്നെയാണോ, അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൺഫർമേഷൻ തരുന്നു. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഉയർച്ചയെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെ ഉയരണം എന്ന് ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അർഹിക്കുന്നതാണ്. അവിടെ അത്യാഗ്രഹം ഇല്ല, അത് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക ഉയർച്ച വരുന്നതിന് ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, ഡിവൈൻ ടൈമിങ്. അപ്പൊ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാറണം എന്ന്, ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര മാസത്തിനുള്ളിൽ ഒരു ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുമായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉപയോഗിച്ച് തുടങ്ങുക, തിരിച്ചറിയുക, ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ അതിൽ അങ്ങനെ ആയിരിക്കുക. അപ്പൊ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് എന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയും നിങ്ങൾക്ക് അനുകൂലമായിട്ട്. ഓക്കെ, അപ്പൊ ആ ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കാൻ നിങ്ങൾ അനുവദിക്കണം. അപ്പൊ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക, ഒരു ഡെഡ് ലൈൻ ഒന്നും വെക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക, സന്തോഷം തരുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവരാൻ സഹായിക്കുന്ന അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതും അഗൈൻ ഒരു ഡിവൈൻ ടൈമിങ്ങിലാണ് പറയുന്നത്. ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾക്കതൊരു കൺഫർമേഷൻ ആണ്. എന്ത്, നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കുന്നു എന്നതിന്റെ കൺഫർമേഷൻ ആണ് ആ ലഭിക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ആ കൺഫർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതോടുകൂടെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയണം. എന്ത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെയധികം സമൃദ്ധി നിറഞ്ഞൊരു സമയത്തിലേക്ക് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവർ കടക്കുകയാണ്. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം അത് കൺഫർമേഷൻ ആണ്. അവിടെ ഇനിയും അത് ശരിയാ, അത് വെച്ചിട്ട് മാറുമോ അങ്ങനെ സംശയിച്ച് നിൽക്കരുത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്കുള്ള കൺഫർമേഷൻ ആണ്. ഓക്കെ, അത് കുറച്ച് നാളത്തേക്കുള്ളതല്ല, കാലാകാലങ്ങളിലേക്കുള്ളതാണ്. അത് കുറച്ച് നാളത്തേക്ക് ഒരു സാമ്പത്തികമായിട്ടൊരു ഉയർച്ച തന്നിട്ട് നിങ്ങളിലേക്ക് അത് പോകാനുള്ളതല്ല. അതും കൂടെ യൂണിവേഴ്സ് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കണം, അപ്പോൾ ജോലിയിലൂടെ നിങ്ങൾ സാമ്പത്തികമായിട്ട് പുരോഗതി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ജോലിയിൽ ഒരു ഉയർച്ച വേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കോഴ്സ് പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കേണ്ടതുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് അനുകൂലമായിട്ട് ഉള്ളൊരു റിസൾട്ട് തരുന്നതാണ് എന്ന് കാണുന്നു. പിന്നെ നിങ്ങൾ ആ ഒരു സാമ്പത്തിക സമൃദ്ധി ആണ് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് പ്രതീക്ഷയോടെ വേണം ഇരിക്കാൻ. സാമ്പത്തികത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സ്ഥിതി മാറും, ജീവിതം നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോകും, സാമ്പത്തികമായിട്ട് ഉയരും എന്ന് എപ്പോഴും ആ ഒരു പ്രതീക്ഷയാണ് ഉള്ളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ സംഭവിക്കും എന്നൊരു വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര പോസിറ്റീവായിട്ടാണോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിനെ സംബന്ധിച്ച് ആയിരിക്കുന്നത്, അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അതേസമയം നിങ്ങളൊരു ഭയം, ഒരു ആശങ്കയോടുകൂടെ നടക്കുമോ നടക്കില്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലതാമസം നിങ്ങൾ അനുഭവിക്കും. വളരെയധികം പ്രതീക്ഷ വെച്ചോളൂ. യാതൊരു തരത്തിലുള്ള ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അർഹതപ്പെടുന്ന ഒരു സാമ്പത്തിക പുരോഗതിയുണ്ട്, ഒരു സാമ്പത്തിക സ്ഥിതിയുണ്ട്. അതിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത്. ഓക്കെ, അതിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ചെറിയ രീതിയിലായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവുന്നുണ്ടാവും. ചെറിയ രീതിയിലായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും വലിയ ലെവലിൽ എത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ നല്ല ചെറിയ രീതിയിൽ. അതിനൊക്കെ ഈശ്വരനോട് നന്ദി പറയാം. ഓക്കെ, ഉണ്ടാകുന്ന ഓരോ സാമ്പത്തിക നേട്ടത്തിനും ഈശ്വരനോട് നന്ദി പറയാം. പിന്നെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. ഈ ഒരു മാറ്റം, നിങ്ങളുടെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന് വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല,
അതിനെ തടയാൻ പാടില്ല, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, ചിലപ്പോൾ ജോലിയിലൂടെ ആയിരിക്കാം, പക്ഷെ ആ ജോലി ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോലി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളിലേക്ക് ആദ്യം വരുന്നത് എന്ന് കരുതിക്കൊണ്ട് ഈ ഒരു ജോലിയിലായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സാമ്പത്തികമായിട്ട് ഉയരില്ല എന്ന് വിചാരിക്കരുത്. അത് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ ജോലിയുടെ അവസരം നിങ്ങൾ അന്വേഷിച്ച് പോവാതെ, നിങ്ങൾ അപ്ലൈ ചെയ്യാതെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് നല്ലതായിരിക്കും, അതങ്ങനെ ചെയ്യുക. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ച വേണം, ശരിയാണ്. അതിനുവേണ്ടി ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുകയോ മറ്റൊരാൾക്ക് അർഹതപ്പെട്ടത് തട്ടിയെടുക്കുകയോ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതും നിങ്ങൾ എപ്പോഴും ഓർക്കുക. കാരണം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കൊണ്ടുവന്നാൽ അത് വൈകാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. കാരണം നിങ്ങൾ ചെയ്യുന്നത് അതൊരു ശരിയായ രീതിയിലല്ല, ന്യായമായ രീതിയിലല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ ഗൈഡൻസ് എല്ലാം കൃത്യമായി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വൈകാതെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ലൊരു പുരോഗതി കാണാനായിട്ട് സാധിക്കും. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് 3 റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്